അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. നീക്കം ചെയ്യണമെങ്കിൽ ധൈര്യം വേണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വീകരിച്ച നടപടി എന്താണ് എന്നതാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. കണക്കുകൾ കൃത്യമായി അറിയിക്കണമെന്ന നിർദ്ദേശവും സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നു. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ കേസെടുത്തോ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു. നമുക്കൊപ്പം ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, നമ്മളിപ്പോൾ എടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ബോർഡുകൾ എത്രയെണ്ണം സർക്കാർ നീക്കം ചെയ്തു, ഇതൊന്നും നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ എന്ന് ജഡ്ജി തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. വിജയഭാവതി, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ്, ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഈ ചോദ്യങ്ങൾ. നേരത്തെ തന്നെ ഫ്ലെക്സുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് അനധികൃതമായി ഈ രീതിയിൽ ഫ്ലെക്സുകൾ പാതയോരങ്ങളിൽ ഒക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വഴി തടസ്സപ്പെടുത്തി ഇത്തരം ഫ്ലെക്സുകൾ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. നിരവധിയായ സമയങ്ങളിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി പിന്നാലെയാണ് ഹൈക്കോടതി ഇന്നും വിമർശനം ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്നാണ് സർക്കാരിനോട് ചോദിക്കുന്നത്. അത് സംബന്ധിച്ച കണക്കുകളുടെ കാര്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. നീക്കം ചെയ്യണമെങ്കിൽ ധൈര്യം വേണം എന്ന കാര്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശനമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വീകരിച്ച നടപടി എന്താണ് എന്നും സർക്കാരിനോട് ചോദിച്ചു. അക്കാര്യം സംബന്ധിച്ച് വിശദീകരിക്കാനും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണക്കുകൾ കൃത്യമായി അറിയിക്കാം എന്ന് സർക്കാർ മറുപടി നൽകി. ഈ കണക്കുകൾ അറിയിക്കണം, ആ കണക്കുകൾ അറിയിക്കുന്നുണ്ടോ, ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നുണ്ടോ എന്നത് ഞങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതി കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ വിഷയത്തിലും. അതനുസരിച്ച് മാറ്റമുണ്ടാകുന്നുണ്ടോ, നമ്മുടെ നിരത്തുകളിൽ ജനത്തിന് സ്വൈര്യമായി സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ, പാതയോരങ്ങളിലൂടെ നടപ്പാതയിലൂടെ അവിടെ വഴിമുടക്കിയുള്ള സമ്മേളനവും കാഴ്ച മറയ്ക്കുന്ന ഫ്ലക്സ് ബോർഡുകളും അപകടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനല്ല, അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക കൂടിയാണ് മാധ്യമധർമ്മം എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ എത്ര ബോർഡുകൾ നീക്കം ചെയ്തു അതിന്റെ കണക്കറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.